നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ലിഫ്റ്റ് അപകടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്യം അതിന്റെ നിർമ്മാതാക്കൾ, ഏജൻസികൾ, കെട്ടിട ഉടമ എന്നിവർക്കായിരിക്കുമെന്ന് സുപ്രീം കോടതി. ലിഫ്റ്റിനുള്ളിലെ ആളുകളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇവരുടെ പ്രഥമ ഉത്തരവാദിത്തമായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആളുകൾ അവരുടെ പൂർണ്ണ വിശ്വാസവും ഇതിന്റെ നിർമ്മാതാക്കളിൽ അർപ്പിച്ചിരിക്കുന്നതിനാൽ അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആരദെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഓട്ടിസ് എലവലേറ്റർ കമ്പനി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഇതോടൊപ്പം തന്നെ 2014 പാസാക്കിയ ദേശീയ തർക്ക ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് ശരിവെക്കുകയും ചെയ്തിരുന്നു. 2003 ലിഫ്റ്റ് അപകടത്തിൽ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായ വിപിൻ ഹാൻഡെ മരിച്ച സംഭവത്തിലാണ് വിധി പ്രസ്താവിച്ചത്. ഹാൻഡെയുടെ ഭാര്യയ്ക്കും 2 മക്കൾക്കും 3 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. 90 ദിവസത്തിനകം തുക നൽകിയില്ലെങ്കിൽ 12% പലിശ ഈടാക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഉത്തരവ് നടപ്പിലാക്കുന്നത് NCDRC ഉറപ്പാക്കാനാണെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആധുനിക നഗരജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ലിഫ്റ്റുകൾ മാറിയിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ചെറിയൊരു സ്റ്റീൽ ക്യാബിനിൽ പ്രവേശിച്ച വാതിലുകൾ അടയുമ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാത്തൊരു യാന്ത്രിക സംവിധാനത്തിലാണ് ആളുകൾ തങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും അർപ്പിക്കുന്നത് എന്ന് കോടതി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിലെ തിരക്കേറിയ ലിഫ്റ്റുകൾ ആളുകളിലെ ക്ലോസ്ട്രോഫോബിയയ്ക്ക് കാരണമായേക്കാം. വായുസഞ്ചാരമില്ലായ്മയും മറ്റു സ്വാഭാവികമായും ഉത്കണ്ഠ ഉണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയൊരു കുലുക്കുമോ പെട്ടെന്നുള്ള നിലയ്ക്കലോ യന്ത്രഭാഗങ്ങളിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദമോ പോലും യാത്രക്കാരിൽ ഭയം ഉളവാക്കും. സുരക്ഷ എന്നത് കേവലം ഒരു പ്രതീക്ഷ മാത്രമല്ല, മറിച്ച് എല്ലാ ലിഫ്റ്റുകളും നൽകേണ്ട അടിസ്ഥാനപരമായ ഉറപ്പാക്കണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു എന്ന് ഉത്തരവ് സുപ്രീം കോടതി വ്യക്തമാക്കി. 6-7 നിലകൾക്കിടയിൽ കുടുങ്ങിയാണ് വിപിൻ പാണ്ഡെ മരിച്ചത്. സംഭവത്തിൽ 11 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു. ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ വീഴ്ചയാണ് അപകട കാരണമെന്ന വാദത്തിനിടയിൽ ലിഫ്റ്റ് നിർമ്മാതാക്കളായ ഓട്ടിസ് കമ്പനി വാദിച്ചു. വോൾട്ടേജ് വ്യതിയാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്റ്റെബിലൈസർ സ്ഥാപിക്കാൻ തങ്ങൾ മുൻപ് നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ അത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കമ്പനി വ്യക്തമാക്കി. അതേസമയം പെട്ടെന്നുണ്ടായ തകരാർ മൂലമാണ് ഈ അപകടമെന്ന് കരുതാനാകില്ല എന്ന് എലിവേറ്ററിന് ഏറെ കാലമായി തകരാറുകൾ ഉണ്ടായിരിക്കുന്നുവെന്നും കമ്പനിക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി.